ഹലോ ഫ്രണ്ട്സ്, സിആർ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായിട്ടൊരു ചപ്പാത്തിയാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഇവിടേക്ക് എടുത്തിട്ടുള്ള 3 കപ്പ് ഗോതമ്പ് പൊടി, മിൽക്ക് 1 കപ്പ്, പിന്നെ ഹോട്ട് വാട്ടർ, ഓയിൽ, സാൾട്ട് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ല ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മടക്ക ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് ഈ ഗോതമ്പ് പൊടി എടുത്ത് നമുക്ക് നന്നായിട്ട് നീറ്റായിട്ട് ഒന്ന് അരിച്ചെടുക്കുക നന്നായിട്ട്. എന്നിട്ട് അതിൽ കുറച്ച് നമുക്ക് ഉപ്പ് വിതറിയിട്ട് ഇങ്ങനെ ഇളക്കി ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഈ പാലും ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളമാണ്, അപ്പോൾ പറ്റാവുന്ന ചൂടിൽ തന്നെ അത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ വെള്ളം ചൂടുവെള്ളം ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ പാലൊഴിക്കുക. പിന്നെ ആവശ്യത്തിന് നമ്മൾ കുറേശ്ശെ ജോയിൻ്റ് ചെയ്തിട്ട് നമ്മളിത് ഇളക്കിയെടുക്കുക. എന്നിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കതൊരു ജോയിൻ്റ് ആയതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ കുഴച്ച് എടുക്കണം. ഇപ്പോൾ ഈ പരുവത്തിൽ നമ്മളൊരു അരമണിക്കൂർ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് പിന്നെ അത് ഒന്ന് നമ്മൾ അമർത്തി ഇടിച്ച് കുഴയ്ക്കുന്ന പരുവത്തിൽ നമ്മളൊന്ന് കുഴച്ചെടുത്താൽ അത്രയും നല്ലത്. ഇനി ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ബോളാക്കിയിട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഈ അളവിൽ നമുക്കൊരു 17 ബോളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിലുള്ള ബോളുകളാക്കി നമുക്ക് എടുക്കാം. അപ്പം അതിങ്ങനെ അമർത്തിയതിന് ശേഷം കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് കറക്കി എടുത്തിട്ടൊന്ന് അമർത്തുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് നമ്മുടെ ചപ്പാത്തി മാവ് കിട്ടും. ഇങ്ങനെ വട്ടത്തിൽ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അമർത്തിയെടുക്കുക. പിന്നെ നമ്മുടെ തട്ടിൽ വെച്ചിട്ട് നമ്മൾ പൊടി വിതറിയിട്ട് നന്നായിട്ട് വട്ടത്തിൽ തന്നെ പരത്തിയെടുക്കുക. അതുപോലെ തിരിച്ചു മറിച്ചിട്ട് 2 ഭാഗത്തും പൊടി പിടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ടത് പരത്തിയെടുക്കാൻ പറ്റും. ഇതേപോലെ പരത്തിയെടുത്തിട്ട് നമുക്ക് പിന്നെ ഇത് ഏതാണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ വലുപ്പം എത്തുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ഓയിൽ എടുക്കണം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ കുട്ടികളാണെങ്കിൽ നമുക്ക് എള്ളെണ്ണ എടുത്താലും മതി. പിന്നെ ഇതേപോലെ മടക്കിയെടുക്കുക. 2 സൈഡിൽ നിന്ന് മടക്കി, പിന്നെ 3-ാമത്തെ ഭാഗം 4-ാമത്തെ ഭാഗം ഇങ്ങനെ മടക്കിയെടുക്കുക. അങ്ങനെ അപ്പോൾ നമുക്ക് ചതുരത്തിലൊരു ഷേപ്പിൽ കിട്ടും. അങ്ങനെ നമ്മുടെ എല്ലാ ബോളുകളും ചെയ്യാം. ഇതേപോലെ മുക്കിയെടുത്തിട്ട് പിന്നെ അതിൽ പൊടി മുക്കിയിട്ട് നമ്മളങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നമുക്ക് സ്ക്വയറായിട്ടുള്ള കിട്ടും. ഇത് ഒരു വട്ടത്തിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ കിട്ടുന്ന ചപ്പാത്തി സ്ക്വയറാണ്. കണ്ടോ, ഒരു വ്യത്യസ്ത ഷേപ്പിലുമാണ്. അപ്പോൾ നമ്മുടെ അത്രയും ലെയറുകൾ അതിൻ്റെ അടിയിൽ നമുക്ക് ഉണ്ടാവും. ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കൊരു പാൻ എടുത്തിട്ട് നമുക്ക് ചുട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൽ എടുത്തിട്ട് നമുക്ക് പാൻ ചൂടായി വന്നു. ഇനി ഞാൻ നല്ല ചപ്പാത്തി ഇടാം. ഇനി നമ്മുടെ ചപ്പാത്തി നമുക്ക് പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ ചൂട് വരുമ്പോഴേ ഇടാവൂ കേട്ടോ. ഇപ്പോൾ ചപ്പാത്തി അങ്ങനെ ആ ഭാഗത്ത് ഒരു 10-20 സെക്കൻഡ് ഒരു സൈഡ് വേവിച്ചെടുത്തിട്ട് മറ്റേ സൈഡ് അതേപോലെ മറിച്ചിട്ട് വേവിച്ചെടുക്കുക. തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വരും. അത് കറക്റ്റ് കുക്കിങ്ങിൽ ബോളായിട്ട് ഇങ്ങനെ വീർത്ത് വരും. ഉണ്ടോ, ഇതേപോലെ. ഇനി വീർത്ത് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് അതിൽ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പൊന്തി വരണം. കേട്ടോ, ഇതാണ് നമ്മുടെ ലെയർ ചപ്പാത്തിയുടെ പ്രത്യേകത. അപ്പോൾ ആ ലെയറുകളൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ നമുക്ക് എടുക്കാൻ സമയത്തേക്ക് നമ്മളതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കുട്ടികളെ കഴിക്കുന്നെങ്കിൽ അതിൽ എള്ളെണ്ണ തേച്ച് കൊടുത്താൽ വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ എള്ളെണ്ണ തേക്കാം, അല്ലെങ്കിൽ ഉലുവ ഓയിൽ തേക്കാം. നിങ്ങൾക്ക് ഏതാ ടേസ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എണ്ണകൾ നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ, ഇതേപോലെ സൂപ്പർ ചപ്പാത്തിയായിട്ട് ഇത് പൊറോട്ടയെക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ. നല്ല രുചികരമായിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ ഞാനത് കീറിയിട്ട് അതിൻ്റെ ലെയർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ അടുക്കടുക്കായിട്ട് വരും. ഇത്ര ടേസ്റ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും ചപ്പാത്തി ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ചപ്പാത്തി കേട്ടോ. ഇത് കറിയൊന്നും ഇല്ലെങ്കിലും വെറുതെയും കഴിക്കാം നന്നായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.